എ എന്ന സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് അത്യാവശ്യമായി സിയിലെത്തണം. അയാൾക്ക് മണൽ നിറഞ്ഞതും പുല്ല് നിറഞ്ഞതുമായ 2 പ്രദേശങ്ങൾ കടന്നാണ് സിയിലേക്ക് എത്തേണ്ടത്. മണൽ പ്രദേശത്തിന്റെ വീതി എന്ന് പറയുന്നത് 2 കിലോമീറ്ററും പുൽപ്രദേശത്തിന്റെ വീതി 3 കിലോമീറ്ററുമാണ്. രണ്ടിന്റെ നീളം 7 കിലോമീറ്റർ തന്നെയാണ്. സ്വാഭാവികമായും നമ്മൾ പറയുക അയാൾക്ക് എളുപ്പം എത്താൻ കഴിയുന്ന വഴി എന്ന് പറയുന്നത് എ മുതൽ സി വരെയുള്ള നേർവഴി ആയിരിക്കും എന്നാകും. ഇനി നമുക്ക് ചിത്രത്തിൽ നിന്ന് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എ മുതൽ സി വരെയുള്ള ദൂരം കണ്ടെത്തി നോക്കാം. എ മുതൽ സി വരെയുള്ള നേർവഴി എന്ന് പറയുന്നത് നമുക്ക് 8.6 കിലോമീറ്റർ എന്ന് കിട്ടി. ഇനി അയാൾ കടന്നു പോകുന്ന വഴിയുടെ 5/2 ഭാഗം എന്ന് പറയുന്നത് മണൽ പ്രദേശമാണ്. അതായത് 3.44 കിലോമീറ്റർ മണൽ പ്രദേശമാണ്. ഇനി നമുക്കറിയാം പുൽപ്രദേശത്ത് കൂടി പോകുന്നതിന്റെ ഇരട്ടി സമയമെടുക്കും മണലിൽ കൂടി പോകാനെന്ന്. അതായത് ഈ 3.44 കിലോമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി ദൂരം 6.88 കിലോമീറ്ററിന് തുല്യമായിരിക്കും. അപ്പോൾ ശരിക്കും അയാൾ എ സി എന്ന് പറയുന്ന നേർവഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 12.04 കിലോമീറ്ററിന് തുല്യമായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു വഴിയെ പോയി നോക്കാം. അതായത് ആദ്യം എ മുതൽ ഇ വരെ മണൽ പ്രദേശത്ത് കൂടി 2 കിലോമീറ്റർ സഞ്ചരിച്ചു. അതായത് 4 കിലോമീറ്റർ പുൽ പ്രദേശത്ത് കൂടി പോകുന്നതിന് തുല്യം. ഇനി നമുക്ക് ഇ മുതൽ സി വരെയുള്ള ദൂരം കണ്ടുപിടിക്കാം. അത് 7.6 കിലോമീറ്റർ എന്ന് ലഭിക്കും. അതായത് വളഞ്ഞ വഴിയായ എ ഇ സി വഴി പോയാൽ 11.6 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് തുല്യമായിരിക്കും. നേരത്തെ സഞ്ചരിച്ചതിനേക്കാൾ 0.4 കിലോമീറ്റർ ഏകദേശം 1/2 കിലോമീറ്ററോളം ഈ വളഞ്ഞ വഴി പോകുകയാണെങ്കിൽ ലാഭിക്കാൻ സാധിക്കും. ഇനി കഴിഞ്ഞിട്ടില്ല, ഏറ്റവും വേഗം എത്താവുന്ന വഴി ഇതുമല്ല. ഇനി ജോമെട്രി അനുസരിച്ച് സൈൻ ബിയും സൈൻ എയും തമ്മിലുള്ള അനുപാതവും പുല്ലിലൂടെയുള്ള പ്രവേഗവും മണലിലൂടെയുള്ള പ്രവേഗവും തമ്മിലുള്ള അനുപാതവും തുല്യമാകുന്നത് എപ്പോഴാണ് ആ ദൂരമാകും ഏറ്റവും എളുപ്പം എത്താവുന്ന വഴി. അതായത് ഇവിടെ സൈൻ ബി എന്ന് പറയുന്നത് സൈൻ എയുടെ ഇരട്ടിയാകുന്ന വഴി ഏതാണോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതനുസരിച്ച് നമ്മൾ ഈ എഫ് കടക്കേണ്ടത് ഇയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള എം എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാണ്. അപ്പോൾ നമ്മുടെ വഴി എന്ന് പറയുന്നത് AMC എന്ന വഴിയാകും. എ മുതൽ എം വരെ മണലിലൂടെയുള്ള ദൂരം എന്ന് പറയുന്നത് പുല്ലിലൂടെയുള്ള ദൂരം കണക്കാക്കുമ്പോൾ 4.47 കിലോമീറ്റർ എന്ന് വരും. എം മുതൽ സി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 4.49 കിലോമീറ്റർ വരും. 10.96 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതിയാകും. അതായത് നേർവഴിയായ എ സിയേക്കാൾ 1.08 കിലോമീറ്റർ നീളം കുറവാണ് വളഞ്ഞ വഴിയായ എ. ഇവിടെ നമ്മൾ പ്രകാശത്തിന്റെ അപവർത്തന നിയമങ്ങളാണ് ഫോളോ ചെയ്തത്. അതായത് പ്രകാശം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാനാണ് ശ്രമിച്ചത്. അഥവാ പ്രകാശം എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള വഴിയെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ.